Celebrate the moments of colors. KMT Silks, Perindalmanda, Kottakkal. തൃത്താല മണ്ഡലത്തിൽ നടപ്പാക്കി വരുന്ന എൻലൈറ്റ് തൃത്താല സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി പ്രെഡിക്റ്റ് ജനകീയ സ്കോളർഷിപ്പ് വിതരണം ചെയ്തു. തിരഞ്ഞെടുത്ത വിദ്യാർത്ഥികൾക്കാണ് സ്കോളർഷിപ്പ് നൽകി വരുന്നത്. മന്ത്രി എം പി രാജേഷ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. തൃത്താല മണ്ഡലത്തിൽ നടപ്പാക്കി വരുന്ന എൻലൈറ്റ് തൃത്താല സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായാണ് പ്രെഡിക്റ്റ് ജനകീയ സ്കോളർഷിപ്പ് വിതരണം ചെയ്തത്. രക്ഷിതാക്കൾ നഷ്ടപ്പെട്ടവർ, രക്ഷിതാക്കൾ ഉപേക്ഷിച്ചു പോയ ബ്രോക്കൺ ഫാമിലികൾ, സ്ഥിരരോഗികളായ കുട്ടികൾ, മാരകരോഗം ബാധിച്ച രക്ഷിതാക്കൾ, പരിമിത ജീവിത സാഹചര്യങ്ങൾ ഉള്ളവർ എന്നിങ്ങനെ തിരഞ്ഞെടുത്ത വിദ്യാർത്ഥികൾക്കാണ് സ്കോളർഷിപ്പ് നൽകിയത്. ഈ വർഷം 30 കുട്ടികൾക്കാണ് പ്രെഡിക്റ്റ് സ്കോളർഷിപ്പ് നൽകിയത്. സ്കോളർഷിപ്പിന്റെ വിതരണോദ്ഘാടനം മന്ത്രി എം പി രാജേഷ് നിർവഹിച്ചു. ജനപ്രതിനിധി എന്ന നിലയിൽ ഏറ്റവും കൂടുതൽ ഊന്നൽ കൊടുക്കുന്ന മേഖല വിദ്യാഭ്യാസ മേഖലയാണെന്ന് മന്ത്രി എം പി രാജേഷ് പറഞ്ഞു. തൃത്താലയുടെ വിദ്യാഭ്യാസ പുരോഗതിക്കായി ഏതാണ്ട് 49 കോടി രൂപ ഇതിനകം വിനിയോഗിച്ചതായും മന്ത്രി അറിയിച്ചു. ഒരുപാട് ഉത്തരവാദിത്വങ്ങളുണ്ട്, ഒരുപാട് വികസന ആവശ്യങ്ങൾ നിറവേറ്റേണ്ടതുണ്ട്. പ്രത്യേകിച്ച് തൃത്താല പോലെ വളരെ പിന്നാക്കം നിൽക്കുന്ന ഒരു മണ്ഡലത്തിൽ എത്ര ചെയ്താലും തീരാത്തത്ര വികസന ആവശ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതിനിടയിലും മുൻഗണന കൊടുക്കേണ്ട മേഖല ഏതാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല, അത് വിദ്യാഭ്യാസ മേഖലയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? നമ്മളെല്ലാവരും മെച്ചപ്പെട്ട നിലയിൽ ഉള്ള ഒരു ജീവിതം ആഗ്രഹിക്കുന്നവരാണ്. അച്ഛനമ്മമാർ ആഗ്രഹിക്കുന്നത് ഞങ്ങൾ ജീവിച്ചതിനേക്കാൾ നല്ല നിലയിൽ മക്കൾ ജീവിക്കണം എന്നതാണ്. ആകെ 1-2 കുട്ടികളാണ് വീട്ടിലുണ്ടാവുക. അവരിലായിരിക്കും അച്ഛനമ്മമാരുടെ പ്രതീക്ഷ അത്രയും. അവർ നന്നായിട്ട് വേണം ഞങ്ങൾക്ക് കൂടി ജീവിതത്തിന്റെ സായാഹ്നത്തിൽ അപ്പോഴെങ്കിലും ഒരു സന്തോഷം അനുഭവിക്കാൻ എന്ന് കരുതുന്ന അച്ഛനമ്മമാർ എത്രയോ പേരുണ്ട്. അവർക്ക് കഴിയാവുന്ന എല്ലാം മക്കളുടെ വിദ്യാഭ്യാസത്തിനാണ് കൊടുക്കുന്നത്. കേരളത്തിന്റെ ഒരു പ്രത്യേകത അതാണ്. വിദ്യാഭ്യാസത്തിന് വേണ്ടി ഇത്രയേറെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റും ഒരു സമൂഹവും ഇന്ത്യയിൽ മറ്റൊരിടത്തും ഉണ്ടാവില്ല. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് PR കുഞ്ഞുണ്ണി അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ K രാമചന്ദ്രൻ പദ്ധതി വിശദീകരണം നടത്തി. മുൻ MLA-മാരായ VK ചന്ദ്രൻ, TP കുഞ്ഞുണ്ണി, ഷറഫുദ്ദീൻ കളത്തിൽ, VR ബാലചന്ദ്രൻ, സുഹറ, ഷാനിബ, പ്രിയ, AO പ്രസാദ്, BPC ദേവരാജ്, ഗംഗാധരൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു.